നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മൈലക്കാട് ഇറങ്ങി കൊട്ടിയം ഭാഗത്തോട്ട് പോകുമ്പം വലതുഭാഗത്തുള്ള ആറിവാൾ പാനലെല്ലാം കൂടെ ഇളകി സർവീസ് റോഡ് അടക്കം എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ വീഡിയോ എടുത്ത ദിവസം ഡിസംബർ 3 വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പം എടുത്ത വീഡിയോ ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ കടമ്പാട്ടുകോണം മുതലായിരുന്നു. കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. ഇന്നത്തെ വീഡിയോ ചാത്തന്നൂർ മുതൽ നമ്മൾ ഉമയനെല്ലൂർ കഴിഞ്ഞിട്ട് മേവറം എത്തുന്നതിന് മുമ്പുള്ള സ്ഥലം വരെ ഉള്ളു. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും കൂടെ അപ്ഡേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചാത്തന്നൂർ കഴിഞ്ഞിട്ടുണ്ട്. ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടതുപോലെ അത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. കുറേ കൂടി ഫ്രിക്ഷൻ സ്ലാബൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ശിവാലയ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നേരെ ഇനി നമ്മൾ വരുന്നത് തിരുമുക്കിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇപ്പം ഇവിടെ പുതിയതായിട്ടൊരു അണ്ടർപാസും കൂടെ, അതായത് ഇപ്പം നിലവിൽ അണ്ടർപാസ് പണിയുന്നതിൻ്റെ കുറച്ചും കൂടെ പടിഞ്ഞാറോട്ട് മാറി. നമ്മളിപ്പം പടിഞ്ഞാറോട്ട് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചൊരു ഫ്ലയർ അടിക്കുന്നുണ്ട്. അതാണൊരു ക്ലാരിറ്റി ഇല്ലാതെ വീഡിയോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടത്തോട്ട് കയറിപ്പോകുന്ന റോഡിന് കറക്റ്റായിട്ട് നിർത്തിക്കൊണ്ട് തന്നെ ഒരു അണ്ടർപാസ് അവിടെ വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പിന്നെ അങ്ങോട്ട് പോകുന്നിടത്ത് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണവും കൂടെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിക്കവാറും നമ്മൾ പാലം കയറി ഇറങ്ങി അപ്പുറത്തെ സൈഡിലായിട്ടാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു അണ്ടർപാസ് തിരുമുക്ക് ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അണ്ടർപാസിൻ്റെ തൊട്ട് പടിഞ്ഞാറേ സൈഡിലായിട്ട് തന്നെ 2 സൈഡിലുമായിട്ട് തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കമ്പി വെച്ച് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറേ കൂടി അലൈൻമെൻ്റ് എല്ലാം കൂടെ മാറും. മിക്കവാറും കുറേ കൂടിയൊക്കെ പൊളിച്ചു മാറ്റി പണിയേണ്ടി വരും എന്നാണ് കരുതുന്നത്. നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇനി നേരെ ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം വലതുഭാഗത്ത് പൊക്കമുള്ള സ്ഥലത്തു കൂടിയാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പണി നടന്നിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ട്. നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ശിവാലയ കമ്പനിയുടെ പ്ലാന്റാണ്. പ്ലാന്റ് കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്തായിട്ടാണ് നമ്മുടെ ഇത്തിക്കര പാലം ഉള്ളത്. ഇവിടെ റോഡിൻ്റെ ഭാഗം കുറച്ചും കൂടെ മണ്ണ് തുരന്ന് മാറ്റിക്കൊണ്ട് നല്ല ആഴത്തിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് അണ്ടർപാസിൻ്റെ പണി നടത്താനുള്ള പദ്ധതിയിലാണുള്ളത്. അത് NHAIക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് തുടങ്ങുന്ന എപ്പോഴാണെന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. തുടങ്ങുന്ന മുറയ്ക്ക് നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ അപ്ഡേറ്റും ചെയ്യുന്നതായിരിക്കും. ഈ പാലം കഴിഞ്ഞേച്ച് തൊട്ട് പടിഞ്ഞാറേ സൈഡിലായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത്. 2 സൈഡിലുമായിട്ട് ഓരോ അണ്ടർപാസ് വന്നായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. വലത്തോട്ട് പോകുന്നത് പ്രധാനപ്പെട്ട CCA മെഡിക്കൽ കോളേജിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണ്. നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇത്തിക്കര പാലം കഴിഞ്ഞ് നേരെ മൈലക്കാട് ഭാഗത്തേക്കാണ് വരുന്നത്. കറക്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്ന ദിവസം ഡിസംബർ 3-നാണ്. ഡിസംബർ 5-ന് ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗമുള്ള ആറിവാൾ പാനലെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്തെങ്ങാനും പൊളിഞ്ഞായിരുന്നെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും കാണില്ലായിരുന്നു. ഇനി എന്തായാലും വലുതായിട്ട് ഭാഗ്യത്തിന് ആർക്കും വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. കുറേ വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. പിന്നെ അത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആറിവാൾ പാനലെല്ലാം കൂടെ ഇളകിപ്പോയി. പിന്നെ നമുക്കൊരു പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമായിരുന്നു ഈ മൈലക്കാട് ഭാഗത്തെ ഈ ഒരു പൊളിഞ്ഞു വീണ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ അത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഇപ്പോഴും ഇതിനേക്കാൾ വലിയൊരു ഹൈറ്റിലായിട്ട് നിലനിർത്തിക്കൊണ്ട് പണി ചെയ്തിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കല്ലുന്താഴം ഭാഗം. പിന്നെ കടവൂർ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി. ഈ കല്ലുന്താഴം ഭാഗത്തേക്ക് സർവീസ് റോഡിൽ കൂടി പോകുമ്പം നമ്മൾ പലപ്പോഴും പേടിച്ചിട്ടാണ് അതിനടിയിൽ കൂടിയൊക്കെ പോകുന്നത്. ഇതിപ്പം എത്രത്തോളം ഈ ഒരു ചെറിയൊരു ഭാഗത്ത് എത്രത്തോളം ഫോൾട്ട് സംഭവിച്ചെങ്കിൽ നമുക്ക് കല്ലുന്താഴത്തിൻ്റെയൊക്കെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ളതൊരു നഗ്നമായ സത്യമാണ്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം കല്ലുവാത് കടമ്പാട്ടുകോണം കഴിഞ്ഞ് 28-ാം മൈൽ ഭാഗത്ത് സെയിം സംഭവം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. പിന്നെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തും
തോട്ടപ്പള്ളി പാലം കഴിഞ്ഞ് നമ്മൾ ഹരിപ്പാട് ഭാഗത്തോട്ട് വരുമ്പം അവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇതേപോലെ പണിയുവാണെങ്കിൽ ചിലപ്പം അവിടെയും പണി കിട്ടും. ഇതാണ് ഇത് പൊളിഞ്ഞു വീഴുന്നതിന് മുമ്പുള്ള ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. ഇപ്പം കാണുന്നത് ഇന്ന് രാവിലെ, അതായത് ഡിസംബർ 6-ാം തീയതി രാവിലെ പോയെടുത്ത കാഴ്ചകളാണ്. പൊളിഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. വലത്തോട്ട് സർവീസ് റോഡടക്കം കുറച്ച് നീങ്ങിപ്പോയിട്ട് ഈ പാനലെല്ലാം കൂടെ ഇളകി മണ്ണിട്ട് വെച്ചിരുന്നതെല്ലാം കൂടെ പുറത്തോട്ട് ചാടി പോയിട്ടുണ്ട്. ഇതാണ് കാഴ്ചകൾ. മേളിൽ നിന്നുള്ള വെള്ളവും രണ്ട് സൈഡിൽ നിന്നുള്ള വെള്ളമെല്ലാം കൂടെ ഒഴുകി എനിക്ക് തോന്നിക്കുന്ന കറക്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് അടിയിൽ കൂടെ ഊറ്റിറങ്ങി വന്നേച്ച് എല്ലാം കൂടെ സൈഡിലോട്ട് തെള്ളി പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എൻ്റെ അറിവിൽ നമ്മളോട് ജാസ് വ്ളോഗ്സിലെ ജിജോ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ഒരു ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ പഴയ റോഡ് പണിഞ്ഞു വെച്ചത് ചെളിവാരി കൂട്ടിക്കൊണ്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ടിട്ടായിരുന്നു പഴയ റോഡൊക്കെ പണിഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ചുമന്ന മണ്ണ് കൊണ്ട് നടിച്ചിട്ട് ഈ ആറിവാൾ ബ്ലോക്കൊക്കെ ഉയർത്തി വെച്ചതെന്ന് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഉഴുന്നുവടയ്ക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇരുമ്പിൻ്റെ ബാള് വെച്ച് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി, അതേപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പം കൈകാര്യം ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മുകളിലോട്ട് ഇത്രയും മണ്ണും കയറ്റി വെച്ച് ഈ ഉറപ്പില്ലാത്ത ഈ ആറിവാൾ ബ്ലോക്കും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും എവിടെ ഇരുന്നാലും ഇത് ഇളകിപ്പോകുമെന്നുള്ളതാണ് സത്യം. നിലവിലെ എൻ്റെ അറിവ് വെച്ചിട്ട് ഇപ്പം പുതിയതായിട്ട് ഇനി ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിവ് കിട്ടിയിട്ടില്ല. ഇപ്പം ഇന്ന് അതായത് ഡിസംബർ 6-ാം തീയതി തന്നെ കളക്ടറുമായിട്ടുള്ള യോഗം കൂടിയിട്ട് അതിൻ്റെ അന്തിമ തീരുമാനം നമുക്ക് വൈകുന്നേരം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം നിലവിൽ ഇനി ഇപ്പോൾ ഇവിടുന്ന് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടിപ്പം തൽക്കാലത്തേക്കിപ്പം മണ്ണൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടിഞ്ഞ് പൊളിഞ്ഞിങ്ങോട്ട് വീണ് കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ വാഹനങ്ങൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത് KMML അടുത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ കൊട്ടാരക്കര വഴിയാണ് തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ വാഹനങ്ങൾ പോകുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയ വാഹനങ്ങളൊക്കെ കൊട്ടിയത്ത് വരെ വന്നിട്ട് കൊട്ടിയത്തു നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ട് കണ്ണനല്ലൂർ വഴിയും കടന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത്. ചെറിയ ബൈക്കായിരുന്നാൽ പോലും നമുക്ക് ആ പൊളിഞ്ഞ് മാറാത്ത അപ്പുറത്തെ സ്ഥലത്ത് തെക്കേ സൈഡിൽ കൂടി അവിടെ ഇപ്പം കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബസ് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. ബൈക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറേ വാഹനങ്ങൾ കടന്നു പോയതിന് ശേഷം മാത്രമേ നമുക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. രാവിലെ തന്നെ വന്നപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഒട്ടുമിക്ക ചാനലുകാരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മീഡിയ വൺ ചാനലിനകത്തും ജനൻ TV-യിലും മനോരമയിലും ഒക്കെ നമ്മുടെ വിഷ്വൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്ത സമയത്ത് നമ്മൾ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ശിവല കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ജൂൺ ജൂലൈയിലൂടെ തീരാനിരിക്കുകയാണ് ഇതേപോലൊരു സംഭവം ഉണ്ടായത്. സത്യത്തിൽ ഇവിടുത്തെ മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇത്രത്തോളം മണ്ണിട്ട് ഉയർത്തുമ്പം ഒരു ഫോൾട്ടും വരാത്ത രീതിയിൽ ചെയ്യേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഇത് എൻജിനീയർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെയൊക്കെ കാഴ്ചകൾ, പൊളിഞ്ഞു വീണ കാഴ്ചകൾ. ഇതൊക്കെയാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് പല ആൾക്കാർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പോട്ടെ, നേരെ പോവുകയാണ്. മൈലക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ വരുന്നത് സിത്താര ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇടത്തെ സൈഡിൽ നയറയുടെയൊക്കെ പെട്രോൾ പമ്പ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വലത്തെ സൈഡിൽ ആ ഒരു എൻട്രി പോയിൻ്റ് ശ്രദ്ധിച്ച് നോക്കണം. എൻട്രി പോയിൻറ്റിലോട്ട് നോക്കാമെങ്കിൽ അവിടെ ഒരു കണ്ടെയ്നർ ലോറി വന്ന് ഇടിച്ച് കയറി കിടക്കുന്ന കാണാൻ പറ്റും. അതിപ്പോൾ ഇച്ചിരി കൂടി ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറേ ആ ഒരു ഭാഗത്തെത്തിയപ്പം ആ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കിയതാവാനുള്ള സാധ്യതയാണ് ആ ഒരു ക്രാഷ് ബാരിയറിനകത്ത് കൊണ്ടിട്ട് ഇടിക്കാനുള്ള കാരണമെന്നാണ് തോന്നുന്നത്. അത് ഇപ്പം പലയിടത്തും കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം ഡ്രൈവർ തന്നെ സെയിം സ്ഥലത്ത് തന്നെ ഒരു വട്ടം കൊണ്ടുവന്ന് ഇടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് ഇടിക്കുന്നതെന്നൊരു കമൻറ്റ് കണ്ടത്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. അപ്പോൾ രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോകണം. ഇത്രയും പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടത്തെ സൈഡിലായിട്ട് ഇനിയും ടാറിങ് വർക്കുകൾ
പുരോഗമിക്കാനുണ്ട്. മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പം കൊട്ടിയം ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ലെവലായിട്ടുണ്ട്. ഇനി ഫ്രിക്ഷൻ സ്ലാബ് കുറച്ചും കൂടെ എടുത്തു വെക്കേണ്ട പണികൾ ബാക്കിയുണ്ട്. മറ്റു പണികളും അതിനോട് പലയൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പം ഇത്രത്തോളം പൊളിഞ്ഞു മാറിയ സ്ഥിതിക്ക് കുറച്ചുകൂടി ഇനി വർക്കുകളൊക്കെ ഡിലേ ആവാനുള്ള സാധ്യതയാണ് കാണുന്നുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണൊക്കെ നിരത്തേണ്ടതൊക്കെ ഹിറ്റാച്ചിയൊക്കെ ഇനി ആ ഒരു ഭാഗത്ത് നമ്മൾ മൈലക്കാട് പോയിട്ട് ഇനി വൃത്തിയാക്കേണ്ടതൊക്കെ പണിയൊക്കെ ഇനി കിടക്കുകയാണ്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ പണികൾ ഇനി മിക്കവാറും ഡിലേ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. മിക്കവാറും ഇനി അത്രത്തോളം പണി അവിടെ ബാക്കി കിടക്കുകയാണ്. ഓരോ ആറിവാൾ ബ്ലോക്ക് എടുത്ത് വെച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് ഓരോ കമ്പനിക്കാരും ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് വീണ്ടും ഇത്രത്തോളം പൊളിഞ്ഞു മാറിയതിന് ശേഷം വീണ്ടും ഒന്നേന്നും പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് വീണ്ടും സമയം പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏകദേശം മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട്. എന്നാലും ചോദിക്കുക ഇത്രത്തോളം ഹൈറ്റിലായിട്ടാണ് നമ്മൾ ഈ ഒരു കൊട്ടിയം ഭാഗത്തും ആറിവാൾ പാനലൊക്കെ ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ സർവീസ് റോഡിൽ കൂടി പോകാനിപ്പം പേടിയാണ്. ഇനി മുമ്പോട്ട് നമ്മൾ നേരെ പട്ടരമുക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഉമയനല്ലൂർ, അത് കഴിഞ്ഞ് മേവറം എത്തുന്നതിന് മുമ്പൊരു സ്ഥലപ്പേര് നമ്മുടെ ഒരു കമൻറ്റിനകത്ത് നമ്മുടെ ഒരു സുഹൃത്ത് വാഴപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഉമയനല്ലൂർ കഴിഞ്ഞിട്ട് മേവറത്തിനും ഇടയ്ക്കുള്ള സ്ഥലം വാഴപ്പള്ളി എന്നാണ് പറയുന്നത്. പുതിയ അറിവാണ്. അപ്പം നേരെ ഇനി നമ്മൾ പട്ടരമുക്ക് ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉമയനല്ലൂർ. അപ്പോൾ ഇവിടെ പിന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്കിപ്പം രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആദ്യത്തെ ലെയർ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പോകുമ്പോൾ നമ്മളൊരു സ്ട്രെച്ച് കാണിക്കുമ്പോൾ അത്രത്തോളം അങ്ങ് കാണിക്കുകയാണ്. ചാത്തന്നൂർ മുതൽ നമുക്ക് മേവറം വരെയാണ് നമ്മുടെ വീഡിയോ എപ്പോഴും കാണിക്കുന്നത്. അപ്പം അത് അതേപോലെ തന്നെ പോട്ടെന്ന് കരുതി. അപ്പോൾ നമ്മളിനി നേരെ മേവറം വരെ ഇല്ല നമ്മുടെ വീഡിയോ. നമ്മളിനി ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പം ഉമയനല്ലൂർ കയറ്റം കയറുന്ന സ്ഥലത്തായിട്ട് എത്തും. അവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് പോയിൻറ്റും ഒരു എൻട്രി പോയിൻറ്റും ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം കാണാൻ പറ്റും. ചില സമയത്തൊക്കെ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കൂടി അണ്ടർപാസിൻ്റെ മുകളിൽ കൂടിയായിരിക്കും തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് അത് സർവീസ് റോഡിൽ കൂടിയായിരിക്കും കടത്തി വിടുന്നത്. അതിപ്പം അണ്ടർപാസിൻ്റെ മുകളിൽ ചില സമയത്തൊക്കെ വർക്ക് നടക്കുന്ന സമയത്തൊക്കെ സർവീസ് റോഡിൽ കൂടിയായിരിക്കും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് 3 വരിക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പാതയിൽ 3 വരിക്കായിട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഒരു ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഭാഗത്തും ലൈൻ മാർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉമയനല്ലൂരെ അണ്ടർപാസിൻ്റെ ഇറക്കമൊക്കെ ഇറങ്ങി നേരെ മുമ്പോട്ട് പോവുകയാണ്. ലൈൻ മാർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൊല്ലം ബൈപ്പാസ് കഴിഞ്ഞ് നമ്മൾ മേവറം കഴിഞ്ഞ് പിന്നെ നമ്മൾ ലാലാസ് കൺവെൻഷൻ സെൻറ്റർ വരുന്ന ഭാഗത്തോട്ടുമൊക്കെ പിന്നെ ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കല്ലുന്താഴം അവിടെ അണ്ടർപാസിൻ്റെ മുകളിലും ഒക്കെ ലൈൻ മാർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മളിപ്പം ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അപ്ഡേറ്റാണ് കാണുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ്. ഉദ്ഘാടനത്തിൻ്റെ 2 ദിവസം മുമ്പ് ഒന്ന് വീഡിയോ എടുക്കാമെന്നാണ് കരുതിയത്. ഇടയ്ക്കൊരു 2-3 കമൻ്റൊക്കെ ഉമയനല്ലൂരിലെ അല്ല ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയൊക്കെ വേണമെന്നുള്ള കമൻറ്റ് കണ്ടിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പം മൈലക്കാട് വീഡിയോ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം എടുത്ത വീഡിയോ ആണ്. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിൽ ഇനി കുറച്ചും കൂടെ പണി കാണാൻ ബാക്കിയുണ്ട്. ടാറിങ് വർക്കുകളൊക്കെ ആദ്യത്തെ ലെയർ കഴിഞ്ഞ ഇടയ്ക്കാണ്. കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട്. 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെയൊക്കെ പണികൾ ബാക്കിയുണ്ട്. 2026 ജനുവരിയിലോ ഫെബ്രുവരിയിലോ തുറന്നു കൊടുക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. പാലത്തിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ക്രാഷ് ബാരിയറിൻ്റെ അടുത്തൊക്കെ കറുപ്പും വെള്ളയും പെയിൻ്റൊക്കെ അടിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്. ഇത്തിക്കര കഴിഞ്ഞ് നമ്മൾ മൈലക്കാട് പോകുന്ന ഭാഗത്തെയൊക്കെ എല്ലാം പൊളിഞ്ഞു മാറി പോയതാണ്. വളരെ വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക. ഇതാണ് ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും അപ്ഡേറ്റ്.